നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ദേശീയ അവാർഡുകളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരത്തിനുള്ള അവാർഡ് പനാജി നേടി. പനാജി 2024-25 സ്വച്ഛ് സർവേക്ഷൺ അവാർഡിൽ 50,000 മുതൽ 2,00,000 വരെ ജനസംഖ്യയുള്ള വിഭാഗത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വിശ്വജിത് റാണെ, മേയർ രോഹിത് മോൻസ്രേറ്റ്, കമ്മീഷണർ ക്ലെൻ മഡേര എന്നിവർ അവാർഡ് സ്വീകരിച്ചു. ഗോവയ്ക്ക് അഭിമാന നിമിഷമെന്ന് റാണെ വിശേഷിപ്പിച്ചു. വീടുതോറുമുള്ള മാലിന്യ ശേഖരണത്തെയും ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തെയും എടുത്തു കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനെയും നഗരവാസികളെയും ശുചീകരണ തൊഴിലാളികളെയും അദ്ദേഹം പ്രശംസിച്ചു. ശബ്ദമലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഗോവയിൽ ശബ്ദമലിനീകരണം നിയന്ത്രിക്കാൻ അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് നൈജൽ ഡിക്കോസ്റ്റ ഫ്രേയാസ് ഹൈക്കോടതിയിൽ ദീർഘകാല നടപടികൾ സമർപ്പിച്ചു. 24/7 ഹെൽപ്പ് ലൈൻ, പെട്ടെന്നുള്ള പോലീസ് നടപടി, ഹോട്ട്സ്പോട്ടുകളിൽ ദ്രുത പരിശോധനകൾക്കായി ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കർശനമായ നിരീക്ഷണം, FIR രജിസ്ട്രേഷൻ, റെസിഡൻഷ്യൽ ഏരിയകൾ EDM നിരോധിക്കൽ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഗോവയിൽ ക്യാൻസർ മരണങ്ങൾ 10 വർഷത്തിനുള്ളിൽ 50% വർദ്ധിച്ചു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഗോവയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ക്യാൻസർ മരണങ്ങൾ 56.61% വർദ്ധിച്ചു. ഹൃദ്രോഗ മരണവർദ്ധനവിനെ മറികടന്നെങ്കിലും ഡയബറ്റീസിന് പിന്നിലാണ് പ്രമേഹം, രക്താതിസമ്മർദ്ദം, ക്യാൻസർ, ഹൃദ്രോഗം, പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ വർധനവ് ആരോഗ്യ ഉദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്നു. ഹൃദ്രോഗം, ക്യാൻസർ, പ്രമേഹം, കരൾ രോഗങ്ങൾ എന്നിവയാണ് ഗോവയിലെ മരണത്തിന്റെ പ്രധാന കാരണങ്ങൾ. മലിനജല പ്ലാന്റുകളിൽ നിന്ന് ഗ്രീൻ ഹൈഡ്രജൻ ലക്ഷ്യമിട്ട് സർക്കാർ. ഗോവ സർക്കാർ ബിറ്റ്സ് പിലാനിയുമായി ചേർന്ന് മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളിൽ നിന്നുള്ള ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനം പര്യവേഷണം ചെയ്യുന്നു. കാര്യക്ഷമമായ ഇലക്ട്രോലൈസിസ് സംവിധാനം വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ബിറ്റ്സിന്റെ 600 ക്യൂമെക് STPയിൽ പരീക്ഷണം നടക്കും. വിജയകരമെങ്കിൽ ഗോവയിലെ STPകളിൽ വ്യാപിപ്പിക്കും. വിദ്യാഭ്യാസ പേപ്പർ ചോർച്ച, അന്വേഷണത്തിൽ സുരക്ഷാ വീഴ്ച കണ്ടെത്തി. ഗോവ യൂണിവേഴ്സിറ്റിയിലെ പേപ്പർ ചോർച്ച അന്വേഷിച്ച ഉന്നതതല സമിതി സസ്പെൻഡ് ചെയ്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രണവ് നായിക്കിന്റെ പങ്ക് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന് സമർപ്പിച്ച റിപ്പോർട്ട് വൈസ് ചാൻസലർ, രജിസ്ട്രാർ എന്നിവരുടെ വീഴ്ചകളും ചൂണ്ടിക്കാട്ടി. പരീക്ഷാ പേപ്പറുകൾ സൂക്ഷിച്ചിരുന്ന മുറിയുടെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ നായിക്ക് നിർമ്മിച്ചതായി ആരോപണമുണ്ട്. റിപ്പോർട്ട് വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് സമർപ്പിച്ചു. ഗോവ യൂണിവേഴ്സിറ്റി പേപ്പർ ചോർച്ച കേസിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവ്. ആരോപണ വിധേയനായ അസിസ്റ്റന്റ് പ്രൊഫസർ കാനക്കോണയിലെ സദോത്സവം പാലത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഗോവ പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. നേരത്തെ മൊപ്സ പോലീസ് സ്റ്റേഷനിൽ പ്രൊഫസറെ കാണാതായി പരാതി ലഭിച്ചിരുന്നു. പേപ്പർ ചോർച്ച കേസിൽ പ്രതിയായ പ്രൊഫസർക്കെതിരെ അന്വേഷണം തുടരുകയാണ്. റെന്റ് ക്യാബ് പെർമിറ്റുകൾക്ക് സർക്കാർ വിലക്ക്. ഗതാഗതക്കുരുക്കും റോഡ് സുരക്ഷ ആശങ്കകളും പരിഹരിക്കുന്നതിനായി 2025 ഫെബ്രുവരി 24 മുതൽ പുതിയ റെന്റ് ക്യാബ് പെർമിറ്റുകൾ നിരോധിച്ചുകൊണ്ട് ഗോവ ഗതാഗത വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഫെബ്രുവരിയിൽ പുറപ്പെടുവിച്ച കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ബിസിനസ്സുകൾ രജിസ്റ്റർ ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നും പൊതുസ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ ലൈസൻസുകൾ റദ്ദാക്കുമെന്നും നിർദ്ദേശിച്ചു. ബീഫ് ട്രേഡർ സ്റ്റോളുകൾക്കുള്ള അലോട്ട്മെന്റ് പ്രക്രിയ CCP നടത്തും. പനാജി കോർപ്പറേഷൻ അടുത്തയാഴ്ച 6 ബീഫ് വ്യാപാരികൾക്ക് താൽക്കാലിക സ്റ്റോളുകൾ അനുവദിക്കും. പഴയ മാർക്കറ്റ് കെട്ടിടം പൊളിച്ചുമാറ്റിയതിനെ തുടർന്ന് കുടിയിറക്കപ്പെട്ട വ്യാപാരികൾ സുപ്രീം കോടതി വരെ നിയമയുദ്ധം നടത്തിയതിനെ തുടർന്ന് സുപ്രീം കോടതി അവരെ പുനരധിവസിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു. ബാൽഭവൻ ഓൾ ഗോവ ഗ്രീറ്റിംഗ് കാർഡ് ഡിസൈൻ മത്സരം സംഘടിപ്പിക്കുന്നു. 2025 ജൂലൈ 30 പനാജിയിലെ ബാൽഭവൻ 12 താലൂക്കുകളിലുടനീളമുള്ള 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ഓൾ ഗോവ ഗ്രീറ്റിംഗ് കാർഡ് ഡിസൈൻ മത്സരം നടത്തും. ഗോവൻ ലാൻഡ്സ്കേപ്പുകൾ, പുഷ്പ ഡിസൈനുകൾ, ദീപാവലി, ക്രിസ്മസ് എന്നിവയായിരിക്കും തീമുകൾ. താലൂക്ക് സംസ്ഥാന തലങ്ങൾ 500 രൂപ മുതൽ 2500 രൂപ വരെയാണ് സമ്മാനങ്ങൾ. എൻട്രികൾ ജൂലൈ 22 മുൻപ് സമർപ്പിക്കണം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.